മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലവിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അനുഭവിക്കാനുള്ള റീസൺ പോലും, ഈ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ വന്നതിൻ്റെ റീസൺ പോലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുള്ളതാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ മനസ്സുകൊണ്ട് ചിലപ്പോൾ അകന്നു പോകാനുള്ള ഒരു, അല്ലെങ്കിൽ മനസ്സാലെ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തികളാവില്ല നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. കൂടുതൽ പേർക്കും മനസ്സുകൊണ്ട് അവർ അകന്നു പോയിട്ടില്ല, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനോ ഒന്നും തന്നെ സാധിക്കാതെ വരുന്നുണ്ട്. ഇവിടെ കൂടുതൽ പേർക്കും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ വേണ്ടപ്പെട്ടവർ, അതായത് നിങ്ങളെപ്പോലെ തന്നെ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ കുറേ പേർക്കെങ്കിലും ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മ ആയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു, അവിടെയും നോബർ ചെയ്യാൻ സാധിക്കുന്നില്ല ഇവിടെയും നോബർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒന്നും ഭയങ്കരമായിട്ട് അവർക്ക് കംപ്ലീറ്റ്ലി രണ്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്നാലും ഇപ്പോൾ ലൈഫിൽ അവർ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം സോൾവ് ആക്കിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും, ഇപ്പോൾ അവർ ഏതൊരു പൊസിഷനിൽ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ചിന്തകൾ എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ്. സോ 6 ഓഫ് കപ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം കെയറിങ് ആയിരുന്നു, എത്രത്തോളം സ്നേഹത്തോടും കരുതലോടും ഒക്കെ കൂടിയാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് എന്നൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് മിസ് ചെയ്യേണ്ടി വന്നത് ഓർത്തിട്ട്. പക്ഷേ അവർക്ക് ഈ ഒരു സാഹചര്യങ്ങളെ ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. അതുപോലെ അതിനുശേഷം കിട്ടിയിട്ടുണ്ടായിരുന്ന കാർഡ്സാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര പ്യുവറായിട്ടും ജെന്യുവനായിട്ടും, ഒരു കുഞ്ഞിനെ അമ്മ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഒരു അമ്മ കൊടുക്കുന്ന പരിഗണന പോലെ തന്നെ ഭയങ്കര സൂക്ഷ്മതയോടുകൂടി ഭയങ്കരമായിട്ട് കെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ടഫ് സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പിനിടയിൽ വന്നിട്ടുള്ളപ്പോഴും, അവരുടെ ലൈഫിൽ ഒരുപാട് ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുള്ളപ്പോഴും നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു മൊമെൻറ്റിൽ അതൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട്. അതുപോലെ 5 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജി ആയിക്കോട്ടെ ഒക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ വരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിലും ഈ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കും ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നിങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലും ഉണ്ട്. പക്ഷെ നിങ്ങൾ അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരാനായിട്ട് തയ്യാറാകുന്നുണ്ട്. കൂടുതൽ പേരും എന്ത് തന്നെയാണെങ്കിലും അതിനോടൊക്കെ തന്നെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാവുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അവർക്ക് അതൊക്കെ തന്നെ എല്ലായിടത്തും ഒരു ഒരു നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതായത് ഭയങ്കര അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒരു നോ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്കറിയാം അവരായിട്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊടുത്ത് ഒരുപോലെ പോകാൻ സാധിക്കും. പക്ഷെ അവർക്കത് കഴിയാതെ വന്നതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ആവണം ഇനി ഇനി ചിലപ്പോൾ മുന്നോട്ട് അത് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളിപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒരുപക്ഷെ അവരും നിങ്ങളെപ്പോലെ തന്നെ കുറച്ചുകൂടെ ഒരു ബോൾഡായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിനൊരു സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അവരത് ചിന്തിക്കാത്തത് കൊണ്ടാണ് നിങ്ങളും കൂടുതലും വിഷമിക്കുന്നത്, നിങ്ങളെ ഇത്രത്തോളം മിസ് ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. സോ അതുകൊണ്ടായിരിക്കണം ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി തിരികെ വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സ്നേഹവും കമ്മിറ്റ്മെൻറ്റും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ തയ്യാറെടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി വരുന്ന സമയത്ത് നിങ്ങളെ കൊണ്ടിട്ട് ഒരു സമയം തരൂ, അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്കായിട്ട് വേണ്ടി സ്പെൻഡ് ചെയ്യുമെന്ന് പോലും നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സ്നേഹവും കരുതലും സമയവും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു ഒരു സർപ്രൈസ് പോലെ തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ ഭയങ്കര അധികമായിട്ട് ഒരുപാടധികമായിട്ട് അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ഒരു ലോകം എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഫോഴ്സ്ഫുള്ളി അവർ ഇപ്പോൾ ഒരു അങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്നതിൻ്റെ റീസൺ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താത്തത് പോലും
മനസ്സോടെ ആവില്ല. മനസ്സോടെ അല്ല. ഒരുപാട് ചുറ്റിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ടവർ തന്നെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്രയധികമായിട്ട് അടുപ്പമുള്ളവർ തന്നെ നിന്ന് ഒരുപാട് എതിർപ്പുകൾ പ്രകടിപ്പിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്ന് തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകണം അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ തന്നെ വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ ഒന്നും സപ്പോർട്ട് ഇല്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ അതൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് ഓർത്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഇങ്ങനെയുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ മനസ്സോടു കൂടിയല്ല നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കുറേ പേരെങ്കിലും ഇപ്പോൾ സെപ്പറേഷൻ ആവാനുള്ള കോണ്ടാക്റ്റിലൊക്കെ മീൻസ് അതായത് മനസ്സോടെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഉടക്കി പിരിഞ്ഞ് അങ്ങനെ മാറിയിട്ട് രണ്ടുപേർക്കും അറിയാം അവസ്ഥ അറിയാം. ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നു പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കമ്മ്യൂണിക്കേഷൻ വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവരെക്കാട്ടി കുറച്ചുകൂടെ ഒരു ഫ്രീഡം കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എന്താ അവരെക്കാളും കുറച്ചുകൂടെ ഒരു ധൈര്യമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. നിങ്ങൾ കുറച്ചുകൂടെ ഇനിഷ്യേറ്റ് ചെയ്തിപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ ഒരു കോണ്ടാക്റ്റിൽ വന്ന് അങ്ങനെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം എന്ന് കരുതുന്നവരുണ്ട് കുറച്ച് പേരെങ്കിലും. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും പെർമിഷനോട് കൂടി തന്നെ ഇനി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. സോ അതിനെ ഒന്ന് ഫേസ് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെടുന്നുണ്ട് അവർ. അതുകൊണ്ടൊക്കെ തന്നെ അവരായിട്ട് കുറച്ചും ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഇവർക്ക് അറിയാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അവരുടെ ലോകമാണ്. അതായത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ വോയിസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ മെമ്മറീസ് തരുന്ന എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ഡ്രീമിൽ പോലും നിങ്ങളെ കാണുന്നുണ്ടായിരിക്കാം. സോ അത്ര അധികമായിട്ടൊക്കെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ പലപ്പോഴും അത് അവർക്കൊരു ഭയമുണ്ട് കൂടുതലും. അവർക്കൊരു കൂടുതലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഈ ഒരു ഒരേപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ വേണ്ടപ്പെട്ടവരാണ് ഈ ഇടയ്ക്ക് നിൽക്കുന്നവരും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ അവരെ നഷ്ടപ്പെടുമോ, അവർക്ക് വേണ്ടി എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു അത്തരമൊരു ഒരു പേടി പോലെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ മുന്നോട്ട് ഇവർക്ക് വരണമെന്നും ഈ തടസ്സങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് തന്നെ വരാം. ഇനിയിപ്പോ എന്തു ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാവണം ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 9 ഓഫ് വാണ്ട്സ് ആണ്. ഇത്രയധികം പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു പ്രതീക്ഷയോട് കൂടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നതെല്ലാം കലങ്ങി തെളിയും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊരു ആൻസർ ലൈഫിൽ ഈ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കിട്ടുമെന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര പ്രതീക്ഷയോട് കൂടി തന്നെ അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്.